ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകരക്ഷകനായ യേശു ജനിച്ചത് വെറും ഒരു പുൽക്കൊട്ടിൽ മാത്രമാണ്. അധികാരമോ ആകർഷണീയങ്ങളോ ഇല്ലാത്ത ഇടം. സർവശക്തനായവൻ പുൽക്കൊട്ടിൽ ജനിച്ചത് ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് ലോകത്തിന് അപരിചിതനായ ഒരു രക്ഷാകര വഴി വരാനത്ര. വിശുദ്ധ ലൂക്കാ സുവിശേഷകനെ സംബന്ധിച്ചോളം പുൽക്കൂട് ഒരിക്കലും ഒരു ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് സാഹചര്യം സൃഷ്ടിച്ച ഒരു പ്രത്യേക സ്ഥലമാണത്. സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ശിശുവിനെ പ്രസവിക്കാൻ പറ്റിയ സ്വകാര്യതയുള്ള ഇടം മറിയത്തിന് കിട്ടിയില്ല. ഉടമസ്ഥൻ തൻ്റെ മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്ന പുൽക്കൂട് പോലെ ദൈവം തൻ്റെ ജനങ്ങളെ പുറ്റുന്ന പുൽക്കൂട്ടിലാണ് യേശു ജനിച്ചത്. പിള്ളക്കച്ചിൽ പൊതിഞ്ഞ ദിവ്യരാജാവിനെ ഞാൻ ശ്രദ്ധാപൂർവം പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 4-5 വാക്യങ്ങൾ ധ്യാനിച്ചാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വം പ്രഖ്യാപിക്കപ്പെടുകയാണ്. പുൽത്തൊഴുത്തിൽ ദുരിതത്തിൽ, വേദനയിൽ, രോഗത്തിൽ, അടിമത്തത്തിൽ കഴിയുന്നവർക്ക് രക്ഷകനായി കടന്നു വരുന്ന യേശു പുൽക്കൂട്ടിൽ ജനിക്കുമ്പോൾ രക്ഷകൻ താഴാൻ മനസ്സ് വെച്ചാലേ രക്ഷ നേടേണ്ടവർക്ക് അത് നേടിയെടുക്കാനാവൂ എന്ന പരമസത്യം നാം തിരിച്ചറിയുന്നു. താഴ്മയുള്ളവർക്ക് മാത്രമേ എളിയവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാകൂ. ആഡംബരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും നെറുകയിൽ ജീവിക്കുന്നവർക്ക് താഴ്മയുടെ പുൽത്തൊട്ടുകളെ സ്വയത്തെ ചെറുതാക്കാതെ മറ്റുള്ളവർക്ക് സുവിശേഷം എത്തിക്കാനാവില്ല. നമുക്കും താഴ്മയുടെ പുൽത്തൊട്ടുകളെ സ്വീകരിക്കാം. അപ്പോൾ മാത്രമേ പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യരാജാവിനെ രക്ഷകനായി കാണാനാകൂ. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. ആമേൻ.